ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. തീർച്ചയായിട്ടും നാലാമത്തെ ദിവസവും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫോൾ ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു കാണാനുണ്ടായിരുന്നത്. നിഫ്റ്റിയെ നോക്കിക്കഴിഞ്ഞാൽ 14,274 ഓപ്പണായ മാർക്കറ്റ് ഏകദേശം 271 പോയിൻറ്റ്സിന് മുകളിൽ ഡിക്ലൈൻ ആയിട്ട് 13,967 മുകളിലാണ് ഇന്ന് എൻഡ് ആയിട്ടുണ്ടായിരുന്നത്. സെൻസെക്സിൽ ഏകദേശം 937 പോയിൻറ്റ്സിന് മുകളിലുള്ള ഒരു ഡിക്ലൈനും ബാങ്ക് നിഫ്റ്റിയിൽ 914 പോയിൻറ്റ്സിനടുത്തുള്ളൊരു ഫോളും റിപ്പോർട്ട് ചെയ്തു. നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെക് മഹീന്ദ്ര, SBI ലൈഫ്, വിപ്രോ, ITC, അൾട്രാടെക് സിമൻസ് ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നത്. അതുപോലെ തന്നെ സെക്ടർ വൈസ് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ FMCG സെക്ടർ മാത്രമായിരുന്നു ഇന്നൊരു പോസിറ്റീവിൽ നിന്നത്. ബാക്കി എല്ലാ സെക്ടറിലും തന്നെ ഒരു ഡിക്ലൈൻ ആയിരുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിക്ലൈൻ ആയത് ബാങ്ക്, മെറ്റൽ, റിയാലിറ്റി. ഇവർ നോക്കിക്കഴിഞ്ഞാൽ 2.9, 2.5, 2.2% വീതം ഡിക്ലൈൻ ആയിരുന്നു ഈ ഒരു 3 സെക്ടറിലും കാണാനുണ്ടായിരുന്നത്. ഇൻവെസ്റ്റേഴ്സ് ഒരുപക്ഷെ ഒരു ഡിഫെൻസീവായിട്ടുള്ളൊരു മൂവിലേക്ക് മാറുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം FMCG എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഡിഫെൻസീവായിട്ടുള്ളൊരു സെക്ടറായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഒരു ഡിഫെൻസീവ് മൂവിലേക്ക് മാറുന്നതായിരിക്കാം ഈ ഒരു FMCGയിലൊരു ബുള്ളിഷിന് കാരണമായിട്ട് നമുക്ക് കാണാനുള്ളത്. ഇനി അതുപോലെ തന്നെ ബോർഡർ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും മിഡ് ക്യാപ്പിൽ 1.6% ഒരു ഡിക്ലൈൻ റിപ്പോർട്ട് ചെയ്തു. സ്മോൾ ക്യാപ്പിൽ മാത്രം ഇന്നൊരു ബുള്ളിഷ് മൂവ് ഉണ്ടായിരുന്നു. 0.1% ഒരു വർധനവ് ഇന്ന് സ്മോൾ ക്യാപ്പിൽ കാണാനുണ്ടായിരുന്നു. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നാലാമത്തെ ദിവസവും ഒരു ബിയറിഷ് ക്യാൻഡിലാണ്. ഇന്ന് ഫോം ചെയ്ത പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ബിയറിഷ് ബെൽറ്റ് ഹോൾഡ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ. ഓപ്പൺ പ്രൈസ് ആയിരുന്നു ഹൈ ആയിട്ട് നിന്നത്. തുടർന്ന് ഒരു ഡിക്ലൈൻ ആയിരുന്നു ഇന്ന് മുഴുവൻ ഇന്ത്യൻ മാർക്കറ്റിൽ കാണാനുണ്ടായിരുന്നത്. ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാലും യൂറോപ്യൻ മാർക്കറ്റൊക്കെ ഓപ്പൺ ആയതിനു ശേഷം വീണ്ടും യൂറോപ്യൻ മാർക്കറ്റും സപ്പോർട്ടീവ് ആയിരുന്നില്ല. തുടർന്ന് വീണ്ടും നല്ലൊരു ഫോളിലേക്കാണ് ഇന്ത്യൻ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത്. ഇനി അതുമാത്രമല്ല, നമ്മൾക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും കൂടുതലും കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു സപ്പോർട്ട് സോണുകൾ 14,000, 14,100 എന്നുള്ളൊരു സപ്പോർട്ട് സോണിനൊക്കെ ബ്രേക്ക് ചെയ്ത് വീണ്ടും മാർക്കറ്റ് താഴേക്ക് പോയി. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു സപ്പോർട്ട് സോണിനായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത് 13,950 റേഞ്ചുകളാണ് ഒരു ഇമീഡിയറ്റ് സപ്പോർട്ട് സോൺസ് ആയിട്ട് നിലനിൽക്കുന്നത്. അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 13,780 അതേ തുടർന്ന് 13,500 ആയിരിക്കും അടുത്ത സപ്പോർട്ട് സോണുകളായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇതുവരെ സംഭവിച്ചത് നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കറക്ഷൻസ് ആയിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് എടുക്കാം. കാരണം അടുത്ത നല്ലൊരു റാലിക്ക് സാധ്യത ഒരുക്കിക്കൊണ്ടുള്ള ഒരു കറക്ഷനായിട്ടാണ് ഇപ്പോൾ കണക്കാക്കാനുള്ളത്. എന്നിരുന്നാലും കൂടുതൽ ഫോളുകൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു 13,950, 14,000 ഈ ഒരു റേഞ്ചിൽ ഒരു കൺസോളിഡേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു അപ് ട്രെൻഡ് സാധ്യത പ്രതീക്ഷിക്കാം. മാർക്കറ്റിൽ വീണ്ടും ഒരു 13,500 താഴേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും 13,500 താഴേക്ക് ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു നല്ലൊരു കറക്ഷനുള്ള സാധ്യതകളാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത്. എന്നിരുന്നാലും നമ്മൾക്ക് ഈ ഒരു റേഞ്ചുകൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഹോൾഡ് ചെയ്യാൻ സാധിച്ചാൽ നമ്മൾക്കിതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കറക്ഷൻസ് ആയിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് കൺസിഡർ ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഇനി അടുത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഓട്ടോ സെക്ടറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മെയിൻ ഫോക്കസിൽ നിന്നതായിരുന്നു. കാരണം സ്ക്രാപ്പേജ് പോളിസിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ അതായത് ഗവൺമെൻറ് വെഹിക്കിൾ 15 വർഷത്തിന് മുകളിൽ നിരത്തിലോടുന്ന ഗവൺമെൻറ് വെഹിക്കിൾ എല്ലാം തന്നെ സ്ക്രാപ്പേജ് പോളിസിയുടെ കീഴിൽ വരും എന്നൊരു കൺഫർമേഷൻ ഇന്ന് വെഹിക്കിൾ മിനിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, നമ്മൾക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇനി നമുക്ക് അടുത്തതായിട്ട് ബഡ്ജറ്റിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ഡേറ്റുകൾ അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം അതുമാത്രമല്ല Q3 റിസൾട്ടുകൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയായിരിക്കും ഇനി മെയിൻ ഫോക്കസ് ഏരിയ ആയിട്ട് നിലനിൽക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും നല്ലൊരു ബിയറിഷ് ക്യാൻഡിലായിരുന്നു പ്ലോട്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾക്ക് 31,000 എന്ന് പറഞ്ഞ ആ ഒരു അടുത്ത ഒരു സപ്പോർട്ട് സോൺസിനെ ബഹുമാനിക്കാൻ ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു ഫോൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 29,660 ആയിരിക്കും അടുത്തൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺസ് ആയിട്ട് നിലനിൽക്കുക. അതേ തുടർന്ന് 29,020 ആ ഒരു റേഞ്ചുകളിൽ നമുക്ക് സപ്പോർട്ട് സോണുകൾ ബാങ്ക് നിഫ്റ്റിയിലും നിലനിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ US ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ഇന്നൊരു ഡൗണിലാണ് ട്രേഡ് ആകുന്നത്. ഒരുപക്ഷെ ഇന്ന് US മാർക്കറ്റിനും ഒരു ഡിക്ലൈൻ ഉണ്ടാവാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ നല്ലൊരു ഡിക്ലൈനിൽ നിലനിൽക്കുന്നുണ്ട്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാലും ഒരു മിക്സഡ് ട്രെൻഡാണ്. അതിൽ തന്നെ SGX നിഫ്റ്റി 112 പോയിൻറ്റ്സ് ഡൗണിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസ് ഒരു സപ്പോർട്ടീവായിട്ട് അധികം കാണുന്നില്ല ഈ ഒരു സമയത്ത്. അതുമാത്രമല്ല, രൂപയുടെ മൂല്യത്തിലും ഡോളറിനെ അഗേൻസ്റ്റ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള എൻഡിങ് ആണ് ഇന്നുണ്ടായിരുന്നത്. ഇനി അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു സെല്ലിംഗ് കൂടുന്നതായിട്ടാണ് കണ്ടത്. 1,682 കോടിയുടെ ഒരു 88 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവൽ ഇന്ന് അവരുടെ ഭാഗത്തുനിന്നും ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്.
ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്ന് നെറ്റ് വിത്ഡ്രോവലാണ്, എന്നിരുന്നാലും ആ ഒരു എമൗണ്ട് കുറഞ്ഞതായിട്ടും കാണുന്നു. അപ്പോൾ നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സംബന്ധിച്ചിടത്തോളം 3 ദിവസങ്ങളിലായിട്ട് ഒരു നെറ്റ് വിത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇത്രയും കാലം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിസംബർ ജനുവരി പകുതി മുക്കാലം വരെയും മാർക്കറ്റിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിന്നത് ഇവർ അപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മൂഡിലേക്ക് മാറുന്നതായിട്ട് കാണുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബജറ്റ് പ്രഖ്യാപനങ്ങളും ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ബജറ്റിൽ കൂടുതലും ടാക്സ് എക്സംഷനും അങ്ങനത്തെ കുറേ ഓഫറുകൾ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പ്രഡിക്ഷൻ നടക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ നല്ല രീതിയിലുള്ളൊരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു എക്സൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടായാൽ മാർക്കറ്റിലൊരു തിരിച്ചുവരവുകൾ ഒരു പെട്ടെന്നുള്ളൊരു തിരിച്ചു കയറാനുള്ള സാധ്യതകളും നമുക്ക് നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾക്ക് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസും തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യുക. ഈ ഒരു സമയത്തെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിന് സപ്പോർട്ടീവായിട്ടല്ല കാണുന്നത്. രാവിലെ തീർച്ചയായിട്ടും SGX നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്യുക. നമ്മൾക്ക് ഒരുപക്ഷെ ആ ഒരു ട്രെൻഡ് തുടരാനുള്ള ഇന്ത്യൻ മാർക്കറ്റ് തുടരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നിരുന്നാലും ഈ ഒരു സമയത്ത് ഒരു ഡിഫെൻസീവായിട്ടുള്ളൊരു മൂവിൽ മാർക്കറ്റ് നിൽക്കുന്നതായിരിക്കും സേഫായിട്ടുണ്ടാവുക. ഇനി നമ്മൾ കുറച്ച് സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യമേ തന്നെ ITC സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ഒരു ഫോളിന് ശേഷം ഇന്ന് ചെറിയൊരു ബുള്ളിഷ് മൂവ് കാണാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു പക്ഷേ ഈ ഒരു റേഞ്ചിലൊരു കൺസോൾട്ടേഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. എന്നിരുന്നാലും ഇപ്പോൾ ഒരു റേഞ്ച് ബോർഡായിട്ടുള്ള ഒരു റാലിയാണ് ഇപ്പോൾ ITC സംബന്ധിച്ചിടത്തോളം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ബിയറിഷ് ക്യാൻഡിൽസ് തന്നെയാണ് പ്ലോട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു കറക്ഷൻ ഇന്നും ടാറ്റ മോട്ടോഴ്സിൽ കാണാനായിട്ടുണ്ടായിരുന്നു. അപ്പോളോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അപ്പോളോ ടയർസിനെ സംബന്ധിച്ചിടത്തോളം അവിടെയും ഒരു കറക്ഷൻ മൂവാണ് അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് സിഗ്നൽസ് തന്നെയാണ് പ്ലോട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ടൈറ്റാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വീണ്ടും നല്ലൊരു ഫോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു സപ്പോർട്ട് സോണിനെയും ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്ന് ടൈറ്റാനിൽ എൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ഒരു ഫോളിനുള്ളൊരു സാധ്യതകൾ ടൈറ്റാൻ പ്രിൻറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്നിരുന്നാലും മാർക്കറ്റിൽ ഈ ഒരു സമയത്തൊന്ന് നമ്മൾ ഡിഫെൻസീവായിട്ട് മാർക്കറ്റിനെ ഒന്ന് വാച്ച് ചെയ്യുന്നത് സേഫായിട്ട് ഉണ്ടാവും. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ആദ്യം തന്നെ നാൽക്കോയെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദേശം 13 കോടി ഷെയർസിൻ്റെ ബൈബാക്ക് അപ്രൂവ് ചെയ്തിട്ടുണ്ട് ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന്. 57 രൂപ 5 പൈസ പെർ ഷെയറിലാണ് ഇത് അവർ ബൈബാക്ക് പ്രൈസായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റെക്കോർഡ് ഡേറ്റ് ഈ ഒരു ഷെയർ ബൈബാക്കിനുള്ളൊരു റെക്കോർഡ് ഡേറ്റ് ആയിട്ട് ഫെബ്രുവരി 8 ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ICICI സെക്യൂരിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീണ്ടും ഒരു ഡിക്ലൈൻ ഇന്ന് ഷെയർ പ്രൈസിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് കാരണങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത് അവരുടെ മാർക്കറ്റിലുള്ള ഒരു ഷെയർ അവരുടെ മാർക്കറ്റ് ഷെയർ വീണ്ടും ഡിക്ലൈൻ ആയതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സെപ്റ്റംബറിൽ അവർക്ക് 8.9% മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നുവെങ്കിൽ ഡിസംബർ ക്വാർട്ടർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അത് 6.5% ചുരുങ്ങി എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തുടർന്നായിരുന്നു ഇന്ന് ഒരു ഡിക്ലൈൻ ഈ ഒരു സ്റ്റോക്കിൽ നിന്നത്. അടുത്തായിട്ട് റൈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിഫ്ബിയുടെ ഭാഗത്തു നിന്ന് ഏകദേശം 61.25 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ ഒരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ട് വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം അത് വിൻ ചെയ്തതായിട്ട് കാണുന്നു. ഇനി അതേപോലെ തന്നെ സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ സോളാർ ഇവരെ സംബന്ധിച്ചിടത്തോളം ഷെല്ലിൻ്റെ ഭാഗത്തു നിന്നും ഏകദേശം 25 മെഗാവാട്ടിൻ്റെ ഒരു സോളാർ പ്രൊജക്റ്റിൻ്റെ ഒരു കമ്മീഷൻ നടന്നതായിട്ട് കാണിച്ചിരിക്കുന്നു. ഇനി Q3 റിസൾട്ട്സ് വന്ന കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു റിസൾട്ട്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റിൽ 19% വർധനവ് ഉണ്ടായിരിക്കുന്നു. 1921 കോടിയാണ് നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. റവന്യൂവിലും 20.5% വർധനവ് ഉണ്ടായിരിക്കുന്നു. 11,682 കോടി നെറ്റ് റവന്യൂ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇവർക്ക് മിക്ക അനലിസ്റ്റുകളും പ്രൊഡിക്റ്റ് ചെയ്ത ആ ഒരു എസ്റ്റിമേറ്റിൻ്റെ താഴെ നിൽക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഇവരുടെ അർബൻ ഡിമാൻഡിൽ ഇവരുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കമൻട്രികൾ നോക്കിക്കഴിഞ്ഞാൽ അർബൻ ഡിമാൻഡിലൊക്കെ ഒരു റിവൈവൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി റൂറൽ ഏരിയകൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഡിമാൻഡുകൾ നല്ല രീതിയിൽ പിക്കപ്പ് ചെയ്യുന്നു എന്നും പറയുന്നു. ഇനി അതുപോലെ തന്നെ അവരുടെ ഹോം കെയർ പ്രൊഡക്റ്റുകളുടെ അവിടെയുള്ള ഒരു റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ ഡബിൾ ഡിജിറ്റിലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുഡ് ആൻഡ് റിഫ്രഷ്മെൻറ്റ് വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സസ്റ്റൈൻഡ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടാവുന്നു എന്നാണ് മാനേജ്മെൻറ്റിൻ്റെ കമൻട്രിയിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തിട്ട് ആക്സിസ് ബാങ്കിലേക്ക് വരുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 36% ഡിക്ലൈൻ ഉണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർക്ക് 1757 കോടിയാണ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് 1117 കോടിയായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. അവർക്ക് കാരണങ്ങളായിട്ട് അവർ പ്രൊവിഷൻസിലുള്ള വർധനവാണ് കാണിച്ചിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 14% വർധനവ് ഉണ്ടായി എന്ന് പറയുന്നു.
7373 കോടിയാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് മാരിക്കോയിലേക്ക് വരുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് 312 കോടി വരെ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർക്ക് 276 കോടിയായിരുന്നു നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. റവന്യൂവിലും വർധനവ് ഉണ്ടായിട്ടുണ്ട്. 2122 കോടിയുടെ ഒരു നെറ്റ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 1824 കോടിയായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർക്ക് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഇനി അതുമാത്രമല്ല, ഇവരുടെ ഒരു ബിസിനസ്സുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ബിസിനസ്സിലൊക്കെ ഒരു റോബസ്റ്റ് ആയിട്ടുള്ളൊരു ഡിമാൻഡ്, ഒരു കുഴപ്പങ്ങളില്ലാത്തൊരു ഡിമാൻഡുകൾ അവരുടെ 95% പോർട്ട്ഫോളിയോയിലും ഡിമാൻഡുകൾ നല്ലൊരു റോബസ്റ്റ് ആയിട്ടുള്ള ഡിമാൻഡുകൾ കണ്ടുവരുന്നു ഇന്ത്യ ബിസിനസ്സിൽ എന്നാണ് മാനേജ്മെൻറ്റ് കമൻട്രിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇന്ത്യ സിമെൻസിനെ സംബന്ധിച്ചിടത്തോളം നെറ്റ് പ്രോഫിറ്റിൽ 62 കോടി ഒരു നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർക്ക് 5.4 കോടിയുടെ ഒരു നെറ്റ് ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. റവന്യൂവിലും 2.6% ഒരു ഡിക്ലൈൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ജ്യോതി ലാബ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 18.8% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. 55.3 കോടി നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർക്ക് 46.6 കോടിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. റവന്യൂവിലും 13.3% വർധനവ് ഉണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ സ്റ്റോവ് ക്രാഫ്റ്റിൻ്റെ IPO മാർക്കറ്റിൽ ഇപ്പോൾ റണ്ണായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഡേ 2 ആയിരുന്നു. ഡേ 2വിൽ നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ സബ്സ്ക്രിപ്ഷനിൽ 2.9 മടങ്ങിൻ്റെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ടോട്ടലായിട്ട് 2.9 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷനാണ് വന്നിരിക്കുന്നത്. റീറ്റെയിൽ വിഭാഗം മാത്രം നോക്കിക്കഴിഞ്ഞാൽ 13 മടങ്ങിന് മുകളിലുള്ള സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ പവർ ഗ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്റ്റോക്കിലൊരു അപ്പ് മൂവുകൾ ഉണ്ടായിരുന്നു. അവർ സെബിയായിട്ടൊരു DRHP ഫയൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം അവരുടെ അസറ്റ് മോണിറ്റൈസേഷൻ വഴിയായിട്ട് ഏകദേശം 8000 കോടി റേസ് ചെയ്യാനായിട്ട് പദ്ധതി ഇടുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് മാർക്കറ്റിനെ ഒന്ന് കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ബജറ്റ് പ്രഖ്യാപനത്തിൻ്റെ ഡേറ്റുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം ഗ്ലോബൽ മാർക്കറ്റും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ അത്ര സപ്പോർട്ടീവായിട്ടും കാണുന്നില്ല ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ ഒന്ന് കോഷ്യസ് സ്റ്റാൻഡുകൾ എടുക്കുന്നത് ഈ ഒരു സമയത്ത് സേഫ് ആയിട്ടുണ്ടാകും. എന്നിരുന്നാലും നമുക്ക് ഇതുവരെ നടന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കറക്ഷനായിട്ട് തന്നെയായിട്ടാണ് ഇപ്പോൾ ഒരു സമയത്ത് കാണാനുള്ളത്. എന്നിരുന്നാലും നമുക്കുള്ള സപ്പോർട്ട് സോണുകൾ, അപ്പം അടുത്തൊരു സപ്പോർട്ട് സോണുകളൊക്കെ ഹോൾഡ് സാധിക്കുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. അതുമാത്രമല്ല, ബജറ്റ് പ്രഖ്യാപനങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് വഴിയായിട്ടൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഡാറ്റകൾ പറഞ്ഞ സ്റ്റോക്കുകളും അതുപോലെ തന്നെ ന്യൂസുകളും നിങ്ങളുടെ അനാലിസിസിനായിട്ട് തീർച്ചയായിട്ടും ഉപയോഗിക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്കും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിലേക്കും പോകുന്നതായിരിക്കും നന്നായിട്ടുണ്ടാവുക. പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.